ശിവദേട്ടാ, എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാ മണ്ഡലങ്ങളെയും നോക്കിക്കാണുന്നത് പോലെ തന്നെ പാലക്കാടും ഒരു നിർണായക സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ വിജയിക്കുമോ എന്ന ഒരു മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് ഒരു BJP നേതാവ് N. ശിവരാജൻ പറയുന്ന മറുപടി അതിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പോലും അറിയില്ല. അദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിയോ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ആര് തന്നെ ഇവിടെ വന്ന് ഇറങ്ങിയാലും അവരൊക്കെ ഇവിടെ നഗ്ന നൃത്തം ചെയ്താൽ പോലും പാലക്കാട് BJP തന്നെ വിജയിക്കുമെന്നാണ്. ഇയാൾക്കൊക്കെ എന്ത് മറുപടി കൊടുക്കാനാണ്? ഈ മറുപടി കൊടുക്കണം. കാര്യം ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു CPM നേതാവായിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമ സിംഹങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ശിവരാജ് ഇത് പറഞ്ഞിട്ട് ഒരു മാധ്യമ സിംഹങ്ങൾക്കും ഉറഞ്ഞു തുള്ളണ്ടാത്തത്? എന്തേ അത് ആ മൈക്ക് പിടിക്കുന്ന കൂട്ടത്തിൽ സ്ത്രീകളായ ആരും ഉണ്ടായിരുന്നില്ലേ? എന്തിനാ ഇവരുടെ പാർട്ടിയിൽ തന്നെ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളത്ത് കൈവച്ചൊന്ന് നീക്കി നിർത്തിയപ്പോൾ കയറി പിടിച്ചു എന്ന തരത്തിലൊക്കെ വാർത്ത കൊടുത്ത പ്രതിഷേധിച്ച ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപിക്കെതിരെ വലിയ ഘോരഘോരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട മാധ്യമപ്രവർത്തകരുടെ സഹപ്രവർത്തകരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? പാചകം മേഘ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനകത്ത് രാജീവ് ഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ ഒന്നും പേരില്ല. പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയോ സോണിയോ ഗാന്ധിയോ മേനകയോ രംഭയോ ആര് വന്ന് നഗ്ന നൃത്തം കളിച്ചാലും പാലക്കാട് BJP ജയിക്കുള്ളൂ എന്നാണ് ശിവരാജൻ പറയുന്നത്. ശിവരാജൻ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഉഴുതു മറിച്ച് കാവ്യ വിത്ത് വിതച്ചിരിക്കുകയാണെന്ന്. പോയ വർഷങ്ങളിലൊന്നും ഈ കാവ്യ വിത്ത് വിതച്ചതൊന്നും എന്തായില്ല, പൂട്ടില്ല, മുട്ടിട്ടില്ല, വിരിഞ്ഞില്ല, കായ് തന്നില്ല, ഫലം തന്നില്ല. നിങ്ങൾക്ക് നിർത്താവുന്ന പാലക്കാട് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ ഇന്ത്യ അറിയുന്ന ഈ ശ്രീധരനെ കൊണ്ട് നിർത്തിയിട്ടും പാലക്കാടൻ മണ്ണ് ത്രിവർണത്തിനൊപ്പമായിരുന്നു, കോൺഗ്രസിനൊപ്പമായിരുന്നു, UDF-നൊപ്പമായിരുന്നു. അവിടുത്തെ അന്ന് ജയിച്ച MLA-യുടെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. പിന്നീട് കോൺഗ്രസ് ഇട്ട വിത്ത് ഇച്ചിരി പാഴ്വിത്തായി പോയെങ്കിലും 4 ലക്ഷത്തോളം പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടൻ മണ്ണ് പിടിച്ചു. അപ്പം ശിവരാജൻ എവിടെയായിരുന്നു? ഇനി പറ്റിപ്പോയതാ അർത്ഥം എന്താണെന്നറിയോ? ഈ പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി മേനക ഗാന്ധി എന്ന് പറഞ്ഞു വന്നതാണ്. പിന്നീടാണ് പുള്ളിക്ക് മനസ്സിലായത് ഈ മേനക ഗാന്ധി BJP-കാരിയാണ് എന്ന് പുള്ളി പെട്ടെന്ന് ചിന്തിച്ചു. മേനകാഗാന്ധി മകൻ വരുൺ ഗാന്ധിയും BJP-യിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ പെട്ടെന്ന് മേനക എന്ന് പറഞ്ഞപ്പോൾ ഒരു രംഭയും കൂടെ ചേർത്തു, നഗ്ന നൃത്തം നമുക്ക് ചേർത്തു. ഈ പ്രായമായി കഴിയുമ്പോൾ ഈ കിളവന്മാരുടെ മനസ്സിൽ കിടക്കുന്ന കുൽസിതങ്ങളൊക്കെ ഉയർന്നു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഞാനൊരു എക്സ്പ്ലെയിനർ കണ്ടായിരുന്നു, ഏത് ചാനലാണ് ഞാൻ ഓർക്കുന്നില്ല. MM ഹസനോട് മനോരമ മാതൃഭൂമി എന്തോ ആണ്, MM ഹസനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ MM ഹസന്റെ മറുപടി, മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോട് ചോദിക്കുന്നത് പ്രായപൂർത്തിയായി നിൽക്കുന്ന സ്ത്രീയോട്, പെൺകുട്ടിയോട് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ആ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നു, അതെടുത്ത് വെച്ച് എക്സ്പ്ലെയിനർ അടിച്ച ആ മാധ്യമ പ്രവർത്തക സിംഹം ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല. എന്റെ ചോദ്യമാണ്, ഇവിടെ ഒരു പെൺകുട്ടിയും കെട്ടാമുട്ടി നിൽക്കുന്നില്ല. ആ നിലപാടിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. അതിനേക്കാൾ എത്രയും മ്ലേച്ഛമായ നിലപാടാണെന്ന് ഇയാൾ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള MP ജനപ്രതിനിധിയല്ലേ, വയനാട്ടിൽ നിന്നുള്ള, അതും 4 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു ജനപ്രതിനിധി. അവരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് രാഷ്ട്രീയ എതിർപ്പുണ്ടാകാം, നിങ്ങൾ രാഷ്ട്രീയമായി എതിർത്തോളൂ, നിങ്ങൾക്ക് ആ കുടുംബത്തെ എന്ത് വേണേലും പറയാം. പക്ഷെ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചിട്ട് ഇയാളെ ഒരു കേസ് എടുക്കണം ഈ ശിവരാജന്റെ പേരിൽ. പ്രായം എത്രയുണ്ട് ഈ മനുഷ്യന്? അദ്ദേഹത്തിനൊക്കെ റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇത്രയും കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പാർട്ടിക്കും ഏത് പാർട്ടി ഏതോ ആവട്ടെ, BJP-യോ കോൺഗ്രസോ CPM-ഓ, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ പാർട്ടിക്കൊപ്പം പാർട്ടിയെ ചതിക്കാതെ കൂടെ നിൽക്കുന്നവരെയൊക്കെ എനിക്ക് റെസ്പെക്റ്റാണ്. ഇപ്പൊ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി അവരുടെ പാർട്ടിക്കുള്ളിൽ. എന്നിട്ടും ശിവരാജനൊന്നും എന്ത് ചെയ്തില്ല, പാർട്ടി വിട്ടുപോയില്ല. ഇയാളുടെ മരുമകൻ ഇത്തവണ പിന്നെ അവിടെ മത്സരിച്ചു പാലക്കാടേക്ക്. അപ്പോഴും പുള്ളി പറഞ്ഞ എന്താ കാര്യം, മരുമകനാണ്, സ്നേഹമൊക്കെ ഉണ്ട്, അനുഗ്രഹം ചോദിക്കാൻ വന്നു, പക്ഷെ ജയിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചിട്ടില്ല, നീ നന്നായിരിക്കട്ടെ എന്ന് മാത്രമേ അനുഗ്രഹിച്ചിട്ടുള്ളൂ, കാര്യം എനിക്ക് പാർട്ടിയാവല്ല എന്ന് നിലപാടെടുത്ത ആളാണ് ഈ ശിവരാജൻ. അയാളാണ് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയോ സോണിയോ ഗാന്ധിയോ മേനകയോ രംഭയോ വന്ന് നഗ്ന നൃത്തം ചവിട്ടിയാലും പാലക്കാട്. ഈ പറയുന്നതിന് എന്തിനു സത്യമുള്ള കാര്യമാണെങ്കിൽ വേണ്ടില്ലേ, കള്ളം പറഞ്ഞ് ബലിപ്പിക്കാൻ വേണ്ടി അശ്ലീലം പറയുന്ന ഇങ്ങനെയുള്ള കടൽ കിഴവന്മാർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇതെന്താ ആരും കാണാതെ പോയേ? എനിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ കേസ് കൊടുക്കണം, സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ് കൊടുക്കണം. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ചേരുന്നതല്ല എന്നുള്ളതാണ്. എൻ്റെ ഇടയ്ക്ക് മോഹൻലാൽ വരെ ഒന്ന് പാട്ട് പാടിയിട്ടു ലാപ്ടോപ്പിൽ. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേരള രാഷ്ട്രീയത്തിന് യോജിച്ചതല്ല, ഉചിതമല്ല, ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇനി പാലക്കാടിന്റെ കാര്യത്തിലേക്ക് എടുക്കൂ. പാലക്കാട് നിങ്ങൾ കൊട്ടിഘോഷിക്കാൻ പോകുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയുടെ പേരെന്താ? പ്രശാന്ത് ശിവനായിരിക്കും. അത് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്നത് പ്രശാന്ത് ശിവന്റെ പേരാ. പ്രശാന്ത് ശിവനെ വെട്ടാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ണിമൂന്നന്റെ പേര് ഈ BJP-കാരൻ എടുത്തിട്ടേക്കുന്നത്.
അല്ലേ? ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ പ്രശാന്ത് ശിവൻ. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഒരു മത്സര രംഗത്തേക്കൊന്നും വന്നൊരു മണ്ടത്തരം കാണിക്കാൻ അത്ര വലിയ പൊട്ടറൊന്നും അല്ല ഉണ്ണിമുകുന്ദൻ. പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് നല്ല ഹിന്ദി പടങ്ങളൊക്കെ കയ്യിലിരിക്കുന്ന സമയമാണ്. ഇപ്പൊ പ്രശാന്ത് ശിവനോട് പാലക്കാട് സ്ഥാനാർത്ഥിയാവും. പ്രശാന്ത് ശിവൻ സ്ഥാനാർത്ഥിയായി വന്നാൽ കിട്ടേണ്ട വോട്ടുകളും കൂടി ഇതുപോലെയൊക്കെയുള്ള ആളുകൾ ചേർന്ന് അവിടെ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്കും. ഗ്രൂപ്പ് സ്വത്തിന് അങ്ങേ അറ്റമാണ് പാലക്കാട്ട് BJPക്കുള്ളിൽ. നിങ്ങളിനി എന്ത് പറഞ്ഞാലും അവിടെ നിന്ന് ഒരു നേതാവിനെ കൃഷ്ണകുമാറിനെയോ പ്രശാന്ത് ശിവനെയൊക്കെ മത്സരിപ്പിച്ചാൽ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ പിന്നെ ശോഭാ സുരേന്ദ്രനെ പോലെയോ കെ സുരേന്ദ്രനെ പോലെയോ ഒക്കെ ഉള്ള ഒരു സംസ്ഥാന വൈഡ് കെ സുരേന്ദ്രൻ ചെന്നാലും ഒരു പണി ഒരു സംസ്ഥാനത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഈ ശ്രീധരനെ പോലൊരു കാൻഡിഡേറ്റിനോട് കണ്ടെത്തിയാൽ പാലക്കാട് ജയിക്കും. ഇല്ലെങ്കിൽ പാലക്കാട് BJPക്കാരനെ മരത്തുപിടിക്കും. ആരെങ്കിലും വിചാരിച്ചതാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടും? ആരെങ്കിലും വിചാരിച്ചതാണോ? പ്രത്യേകിച്ച് ഒരു പിന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ CPM നിർത്തി കൊടുക്കുകയും ചെയ്തു സാർ. എന്നിട്ട് ഇവന്മാർക്ക് ജയിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവന്മാർ പാലക്കാട് BJPക്കാരാണ് അവിടെ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഈ പാലക്കാട് ഈ ശിവരാജൻ അടക്കമുള്ള പാർട്ടിക്കാരാന്ന് തോന്നി കോൺഗ്രസ്സുകാർ അവിടെ ജയിപ്പിച്ചു വിടുന്നത്. അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ കണക്കുകൾ അങ്ങോട്ട് മാച്ചാവുന്നില്ലല്ലോ. അല്ല, ഇപ്പോൾ പാലക്കാട് ഈ ശ്രീധരനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നാൽ പോലും അവിടെ വിജയിക്കാനുള്ള സാധ്യത എപ്പോഴുണ്ടോ? അല്ല, നോക്കൂ, ഈ ശ്രീധരനും ഷാഫി പറമ്പനും തമ്മിലുള്ള മാർജിൻ 3000 വോട്ടിന്റെയാണ്. കഴിഞ്ഞ തവണ ഈ പറയുന്നത് രാഹുലിനെ എന്തോ ജനം അങ്ങ് ചേർത്ത് പിടിച്ചു. പിന്നെ കൃഷ്ണകുമാറിനോട് ഈ പാർട്ടിക്കാർക്കുള്ള എതിർപ്പ്. BJPക്കാർ വോട്ടുണ്ടാന്നേ അവിടെ രാഹുൽ ജയിച്ചത്. CPM-മാർ വോട്ടുണ്ടൊന്നുമല്ല. CPM-മാർ മാക്സിമം ഈ സരിൻ ചെന്നപ്പോൾ സരിന് വോട്ട് ചെയ്തു. കോൺഗ്രസ്സുകാർ അവർ വോട്ട് പിടിച്ചെത്തുകയും ചെയ്തു. ഈ കൃഷ്ണകുമാറിനോട് എതിർപ്പുള്ളവന്മാരെല്ലാം കൊണ്ടുപോയി BJPക്കാർ കൊണ്ടുപോയിട്ട് രാഹുലിനെ കുത്തി കൊടുക്കുകയും ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ സ്വാഭാവിക BJPക്കാരുടെ വോട്ടുണ്ട്. അല്ലെങ്കിൽ നഗരസഭ പിടിക്കാൻ പറ്റൂ. നഗരസഭയും ബാക്കി പഞ്ചായത്തുകളിലും ഇവരിങ്ങനെ മാർജിനിൽ നിൽക്കുന്ന പാർട്ടിയല്ലേ ഇവിടെ. പാലക്കാട് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് കുമാരോട്ട് സമ്മതിക്കത്തുമില്ല. അവിടെ നീ പ്രശാന്ത് ശിവനെ പോലുള്ളവരെ പിടിച്ച് മത്സരിപ്പിക്കും. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഇത് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകരൊന്ന് അവസാനിപ്പിക്കണം, പഞ്ചായത്തിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്തവരുടെ പേരെടുത്ത് വെച്ച് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യർ അതിന് നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. പഞ്ചായത്തിൽ മത്സരിച്ചാൽ വിജയിക്കാത്ത സ്ഥാനാർത്ഥി അല്ല സന്ദീപ് വാര്യർ. അങ്ങനെ പലരും അടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ BJPക്കാരാണ് കൂടുതൽ ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ എത്ര അടുത്ത് എവിടെയൊക്കെ മത്സരിച്ച് ആരൊക്കെ ജയിച്ചു എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നും പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് ഇപ്പം വൈറ്റ് ഹൗസിലാണ് വെച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ആ അമേരിക്ക പിടിച്ച സന്തോഷമാണ് അവർക്കുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി അനുസരിച്ച് അഖിൽമാരൊക്കെ വരട്ടെ. അവിടെ ചെറുപ്പക്കാരുടെ യുദ്ധം വരട്ടെന്നേ പാലക്കാടോ. അതെന്താ നല്ല ഓപ്ഷൻ അല്ലേ? രാഹുലാണെങ്കിൽ പിന്നെ നാഴികയ്ക്ക് 40 വട്ടം രാഹുലിന്റെ കുറ്റം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ വാർത്ത ചെയ്തായിരുന്നല്ലോ, പാലക്കാട് അഖിലിന് സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച കേട്ടപ്പോഴാണ് നമ്മൾ ചെയ്തത്. അഖില് വിളിച്ചായിരുന്നു. അഖിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ രാഹുലിനെതിരെ കുറെ വീഡിയോ ചെയ്തെന്നും പറഞ്ഞ് ഇങ്ങനൊന്നും അടിക്കരുത്. രാഹുൽ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അത് ചെയ്തു. അല്ലാതെ രാഹുലിനോട് വേറെ രാഷ്ട്രീയപരമായ എതിർപ്പല്ല, അയാൾ ചെയ്ത പ്രവൃത്തികളുള്ള എതിർപ്പുണ്ടല്ല. ഞാൻ പാലക്കാട് സീറ്റ് ലക്ഷ്യമിച്ചൊന്നും അല്ല, ചുമ്മാ ഓരോരുത്തർ അടിച്ചു വിടുന്നതാണെന്ന് അഖിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അഖിലിന് എവിടെയെങ്കിലും അക്കോമഡേഷൻ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇറക്കുന്നുണ്ട്. എവിടെയാണ് എന്നുള്ളതൊക്കെ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്.